ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാസ്ലിൻ കൊണ്ടുള്ള കുറേ നല്ല ഉപയോഗങ്ങളായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് വാസ്ലിൻ കൊണ്ടുള്ള ആദ്യത്തെ ഉപയോഗം എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഹെയർ ഡൈ ഒക്കെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ തലയിൽ തേക്കുമ്പോഴൊക്കെ നമ്മുടെ കയ്യിലൊക്കെ പുരണ്ട് ഇരിക്കാറുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്കത് നമ്മളെ കയ്യിലൊന്നും പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരിതാണെന്ന് വെച്ചാൽ, നമ്മൾ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പേ നമ്മുടെ രണ്ട് കൈയിലും കുറച്ച് വാസ്ലിൻ ഒന്ന് നല്ലതുപോലെ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കയ്യിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ ഡൈ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കളർ നമ്മുടെ കയ്യിൽ പറ്റിയാലും ഒട്ടും തന്നെ നമ്മൾ കയ്യിലാവാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വാസ്ലിൻ കൊണ്ടുള്ള നല്ല അടിപൊളി ഉപയോഗമാണ് കേട്ടോ ഇത്. ഇനി വാസലിൻ കൊണ്ടുള്ള അടുത്ത ഉപയോഗം എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ മഴ സമയമൊക്കെ വരുമ്പോൾ നമ്മുടെ ഡോറിൻ്റെ കീയൊക്കെ അടയ്ക്കാനും തുറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു വാസലിൻ കുറച്ചെടുത്ത് ആ ഒരു കീയിൽ നിറയെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മഴ സമയത്തൊക്കെ വരുന്ന ആ ഒരു ബുദ്ധിമുട്ടെല്ലാം മാറ്റി ഡോറ് നല്ലതുപോലെ അടയ്ക്കാനും തുറക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിറയെ ആ ഒരു കീയിൽ വാസലിൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡോറിലേക്ക് ഈ ഒരു കീ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തുറക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡോറ് അടയ്ക്കാനും തുറക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് നല്ലൊരു ടിപ്സാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി വാസ്ലിൻ കൊണ്ടുള്ള അടുത്ത ഉപയോഗം എന്താണെന്ന് നോക്കിയാലോ. മഞ്ഞുകാലമൊക്കെ വരുമ്പോൾ നമ്മുടെ ചുണ്ടുകളൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയി വിണ്ട് കീറാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വാസ്ലിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം നല്ലതുപോലെ പരിഹരിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് മഞ്ഞുകാലമൊക്കെ വരുമ്പോൾ ആ ചുണ്ടിൽ എല്ലാ ഭാഗത്തും വാസ്ലിൻ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി വാസ്ലിൻ കൊണ്ടുള്ള അടുത്ത ഉപയോഗം എന്താണെന്ന് നോക്കിയാലോ. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഡോറുകൾ ഇതുപോലെയൊക്കെ നമ്മൾ ഇതുപോലത്തെ സൈഡിലൊക്കെ നിറയെ പൊടിയും അതുപോലെ തന്നെ അഴുക്കൊക്കെ പറ്റി പിടിക്കാറുണ്ട്. നമ്മൾ എത്ര തന്നെ വൃത്തിയാക്കിയാലും നമുക്ക് ആ ഒരു ഇതുപോലത്തെയൊക്കെ ഇടഭാഗത്തൊക്കെ ഇതുപോലെ പൊടിയും ഇതൊക്കെ പറ്റി പിടിക്കാറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കത്തിയൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യണേക്കാളും നമുക്കൊന്ന് കത്തി ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു ബ്രഷ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് പശ ഉപയോഗിച്ച് ഇതിനെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ബ്രഷ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വാസ്ലിൻ തേച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എത്ര വൃത്തിയാക്കാൻ പറ്റാത്തടത്ത് നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ അളവിൽ തന്നെ വാസ്ലിൻ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഡോറിൻ്റെ ഇതുപോലത്തെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര അഴുക്ക് പിടിച്ച ഡോറും നല്ല പുതുപുത്തനായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ ആ ഡോറിൻ്റെ ആ പലകയിലൊക്കെ നമ്മൾ കുറച്ച് വാസ്ലിൻ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു സ്പോഞ്ച് തുണിയോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ ഉപയോഗിച്ച് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ പുതിയ ഡോറൊക്കെ വാങ്ങിച്ചതുപോലെ തന്നെ നമുക്ക് എത്ര വർഷമായാലും നമുക്ക് കതകൊക്കെ നല്ലതുപോലെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമുക്ക് എത്ര വൃത്തിയാക്കാൻ പറ്റാത്തടത്ത് നമുക്ക് ഇതുപോലെയൊക്കെ നമുക്ക് വാസ്ലിൻ ഉപയോഗിച്ച് വൃത്തിയാക്കാം കേട്ടോ. അപ്പോൾ വാസ്ലിൻ കൊണ്ട് നമുക്ക് പല ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു വാസ്ലിൻ നമ്മുടെ വീട്ടിൽ എപ്പോഴും വാങ്ങിച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ ഇതുപോലത്തെയൊക്കെ ഗ്ലാസിൻ്റെയൊക്കെ അടുപ്പുകൾ നമ്മൾ എത്ര തന്നെ സൂക്ഷിച്ചാലും കുറേ വർഷമൊക്കെ ആകുമ്പോൾ ആ ഗ്ലാസ്സൊക്കെ മങ്ങി അത് നല്ലതുപോലെ മങ്ങി കിടക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയത് ആ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വാസ്ലിൻ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിനെ ഒരു സ്പോഞ്ച് തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ നല്ലതുപോലെ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് അതേപോലെ തന്നെ ആ ഗ്ലാസ്സൊക്കെ സൂക്ഷിക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ സൂക്ഷിക്കുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ മങ്ങൽ വീഴാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ സ്റ്റീൽ ഗ്യാസ് അടുപ്പായാലും നമ്മൾ ആ ഒരു സ്റ്റീലിൻ്റെ പുറത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് വാസ്ലിനൊക്കെ തേച്ച് പിടിപ്പിച്ച ശേഷം നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഗ്ലേസിങ് ആയിട്ട് ഇരിക്കും കേട്ടോ.
അപ്പം ഞാൻ ആ ഗ്യാസ് അടുപ്പിലേക്ക് വാസ്ലിൻ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയ ശേഷം കണ്ട നല്ലതുപോലെ ക്ലിയർ ആയിട്ടുണ്ട്. കണ്ട ഒട്ടും തന്നെ ആ ഒരു മങ്ങലോ ഒന്നുമില്ലാതെ തന്നെ നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ സ്ഥിരമായിട്ട് ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാനും എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണവരെങ്കിൽ എപ്പോഴും നമ്മൾ ആ ഒരു ഫോണിലൊക്കെ അഴുക്ക് പറ്റാറുണ്ട്, നല്ലതുപോലെ അഴുക്ക് പറ്റാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വൃത്തിയാക്കാനുള്ളത് കുറച്ച് വാസ്ലിൻ ഒന്ന് ആ ഫോണിൻ്റെ ബാക്കിൽ എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ പുതിയ ഫോണൊക്കെ വാങ്ങിച്ചതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വാസ്ലിൻ എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലതുപോലെ ഒന്ന് തുടച്ച് അതിൻ്റെ അഴുക്കെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ആ ഒരു ഫോണിൻ്റെ പുറമൊക്കെ നല്ലതുപോലെ തിളക്കമായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതെല്ലാവർക്കും അറിയാനുള്ള ടിപ്സുകളായിരിക്കും. എങ്കിലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കണ്ടോ നല്ലതുപോലെ വെളുത്തിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. മഞ്ഞുകാലമൊക്കെ വരുമ്പോൾ നമ്മുടെ കാൽപാദമൊക്കെ ഇതുപോലെ വിണ്ട് കീറാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു കാലൊക്കെ നല്ലതുപോലെ കഴുകിയ ശേഷം വാസ്ലിൻ ഒന്ന് തേച്ചിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മഞ്ഞ് സമയത്ത് വരുന്ന വിണ്ട് കീറലെല്ലാം ഒന്ന് മാറ്റി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വാസ്ലിൻ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ ഇത് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ബോഡി സ്പ്രേ ഒക്കെ നമ്മൾ ദേഹത്ത് അടിക്കാറുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മളത് കുറച്ച് നേരം മാത്രമേ ആ ഒരു മണം നിൽക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ആ മണം നിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ബോഡി സ്പ്രേ ഒക്കെ അടിക്കുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് വാസ്ലിൻ ഒന്ന് തേച്ചതിന് ശേഷം നമ്മൾ സ്പ്രേ അടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കുറേ നേരം നമുക്ക് നല്ലതുപോലെ മണം നിൽക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ മുഖം നോക്കാനൊക്കെ ഉപയോഗിക്കുന്ന കണ്ണാടി, അതുപോലെ തന്നെ ബേസിൻ്റെ ഒക്കെ മുകളിൽ വെച്ചിരിക്കുന്ന കണ്ണാടിയൊക്കെ കുറച്ച് ദിവസമൊക്കെ ആകുമ്പോൾ നല്ലതുപോലെ അഴുക്ക് പിടിച്ച് മങ്ങാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാസ്ലിൻ ഒന്ന് ആ ഒരു ഗ്ലാസ്സിലേക്ക് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പോഞ്ച് തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ വെച്ച് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര മങ്ങിയിരിക്കുന്ന ഗ്ലാസും നല്ല പുതുപുത്തനായിട്ട് വെട്ടിത്തിളങ്ങും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടിപ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വരണ്ട ചർമ്മമുള്ളവരാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വാസ്ലിൻ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ മുഖമൊക്കെ വരണ്ട ചർമ്മമൊക്കെ മാറി നല്ലതുപോലെ സോഫ്റ്റായി തന്നെ നമുക്ക് മുഖം സംരക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച വാസ്ലിൻ കൊണ്ടുള്ള എല്ലാ ഉപയോഗങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ.